നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും AI ടെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളും വാട്സപ്പ് കൂട്ടായ്മകളും നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഏകദേശം 25ഓളം വാട്സപ്പ് കൂട്ടായ്മകളും 5ഓളം ടെലഗ്രാം ഗ്രൂപ്പുകളും ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് പലയിടത്തു നിന്നും ഒരു ഫോർവേഡ് മെസ്സേജ് വരുന്നുണ്ട്. അതായത് യുകെയിലെ നിയമം മാറി വീണ്ടും കേരള വിസയിലോ കേരള വിസയിലോ വരുന്നവർക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാമെന്നും പറഞ്ഞ നിയമം വന്നു പറഞ്ഞ് ഒരു ഫോർവേഡ് മെസ്സേജ് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു നിയമമാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ April 11 ഇമിഗ്രേഷൻ റൂൾസിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഫാമിലി വിസയുടെ ക്രൈറ്റീരിയയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ കുറച്ച് അപ്ഡേഷൻസ് അവർ വെബ്സൈറ്റിൽ വരുത്തിയിട്ടുണ്ട്. അന്നേരം അതിനൊരു ക്ലാരിറ്റി തരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു 8 ജോബുകൾ, ഇൻക്ലൂഡിങ് സീനിയർ കെയർ ആൻഡ് കെയർ ജോബ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ എല്ലാം ജോബ് കോഡുകളൊക്കെ മാറി എന്നുള്ളത്. ആ ജോബുകളെല്ലാം ഉൾപ്പെടുത്തി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടോപ്പിൽ സ്കിൽഡ് വർക്കർ റൂട്ട് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സെക്കൻഡ് പാരഗ്രാഫായിട്ട് ഇതിൽ വരുന്നവർക്ക് അവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ സീനിയർ കെയറും കെയർ വർക്കേഴ്സും ഉണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് UK ഗവൺമെന്റ് വീണ്ടും നിയമം മാറ്റിയോ എന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ ആ ഇമിഗ്രേഷൻ റൂൾസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് തോന്നും ആ ഒരു നിയമം മാറ്റി വീണ്ടും ഡിപെൻഡൻസ് വരാൻ സാധിക്കുന്ന രീതിയിലാക്കി എന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമുക്ക് അതിനകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്കിൽഡ് വർക്കർ റൂട്ടിൽ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ സ്പോൺസർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് NHSുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കാണ്. അതിന്റെ ലിസ്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്, NHS ട്രസ്റ്റ്, കെയർ ക്വാളിറ്റി കമ്മീഷൻ. നമ്മൾ ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഈ കെയർ ക്വാളിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ കെയർ ക്വാളിറ്റി കമ്മീഷൻ അംഗീകാരമുള്ള എല്ലാ നഴ്സിംഗ് ഹോമുകൾ അല്ലെങ്കിൽ കെയർ ഹോമുകളിലും നമുക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാം. അങ്ങനെയല്ല, ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് വേണ്ടി, അതായത് NHS ട്രസ്റ്റ്, NHSകൾ, അങ്ങനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ്, അങ്ങനെ കുറെ ഉണ്ട്, NHS ഇംഗ്ലണ്ട്, അങ്ങനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവർക്ക് വേണ്ടി ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ സീനിയർ കെയറും കെയറുമായിട്ട് വരുമ്പോൾ അവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അല്ലാതെ കെയർ ക്വാളിറ്റി കമ്മീഷൻ അപ്രൂവൽ ഉള്ള എല്ലാ നഴ്സിംഗ് ഹോമുകൾക്കും കെയർ ഹോമുകൾക്കും അല്ല. അവർക്ക് വേണ്ടി, അതായത് ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവര് സ്പോൺസർ ചെയ്യുന്നവർക്കും മാത്രമേ പുതിയതായിട്ട് ഡിപെൻഡൻസിനെ യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം ഓർക്കുക, നമുക്കിപ്പോൾ NHSലേക്ക് മിക്കപ്പോഴും NHSൽ അവർ ബാൻ 3 നമുക്ക് തരുമ്പോൾ അവർ നമുക്ക് തരുന്നത് 6141 ആയിരുന്നു നേരത്തെ. ഇപ്പോൾ അത് 6131 ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ NHSന് വേണ്ടി നമുക്ക് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷെ എടുത്ത് ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് NHS ഡയറക്റ്റ് സീനിയർ കെയറേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. കഴിഞ്ഞ ജനുവരിയിൽ അവർ ദുബായിൽ വെച്ച് ഇന്റർവ്യൂ നടത്തി കുറച്ചുപേരെയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വലുതായിട്ട് അവർ വിദേശത്ത് നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഏജന്റ് സമീപിച്ച് നിങ്ങൾക്ക് NHSൽ ജോലി വാങ്ങിച്ചു തരാം, പൈസ കൊടുക്കാനെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുക്കരുത്. NHSലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നെങ്കിൽ അത് ടോട്ടലി ഫ്രീ ആയിരിക്കും. വിദേശത്ത് കൊണ്ടുവരുന്നതാണെങ്കിലും യുകെയിൽ നിന്നാകുമ്പോൾ നമ്മൾ വിസ ഫീസൊക്കെ നമ്മൾ എടുക്കണം. പക്ഷേ COS ഒക്കെ ഒരു ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യും. അന്നേരം പ്രത്യേകം ഓർക്കുക, NHSലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങളിപ്പോൾ സീനിയർ കെയറോ കെയറായിട്ടോ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് മിക്കപ്പോഴും ആ കോഡ് കിട്ടുന്നത് 6141 ആയിരിക്കും. ആ 6141 ഒരു കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൂടെ നിർത്തുന്നതിനും കൊണ്ടുവരുന്നതിനും ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അന്നേരം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഇന്നത്തെ നിങ്ങൾ ഇപ്പോൾ ആ കണ്ട ഇമിഗ്രേഷൻ റൂൾസിൽ ആ ഒരു പേജ് നിങ്ങൾ കണ്ടത് April 11 പറഞ്ഞാണ് ആ പേജ് കാണിച്ചിരിക്കുന്നത്. ആ ഫോർവേഡ് ചെയ്യുന്ന വെബ് പേജിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കു വേണ്ടി വർക്ക് ചെയ്യുന്നവർക്കാണ് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് യുകെയിലുള്ള എല്ലാ കെയർ ഹോമുകൾക്കോ ഡൊമിസിലുകൾക്കും ഡിപെൻഡൻസിനെ കൊണ്ടുവരാമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതായത് കെയർ ക്വാളിറ്റി കമ്മീഷൻ അപ്രൂവലുള്ള കെയർ ഹോമുകളിലോ ഡൊമിസിലി കെയറുകളിലേക്കോ ഇനി സീനിയർ കെയറിലോ കെയറായിട്ടോ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാമെന്നല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇന്ന് ഞാൻ അറിഞ്ഞു ഒരുപാട് ഏജന്റുമാരും സോളിസിറ്റേഴ്സ് ഉൾപ്പെടെ പറഞ്ഞു എന്നറിഞ്ഞു അത് നിയമം മാറി എന്നും പറഞ്ഞ്. ദയവ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്ത് എടുക്കുക. അങ്ങനെ ഒരു നിയമം മാറിയിട്ടില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നിയമം അറിയണമെങ്കിൽ UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ തന്നെയുള്ള ഹെൽത്ത് ആൻഡ് കെയർ വിസ, നമ്മൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പേജ് ഉണ്ടല്ലോ, ആ ഹെൽത്ത് ആൻഡ് കെയർ വിസ ആപ്ലിക്കേഷന്റെ പേജിൽ പോയാൽ അവിടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ ആപ്ലിക്കേഷന്റെ ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഡിപെൻഡന്റ് ആയിട്ട് വരാൻ സാധിക്കുന്നത് എന്നുള്ളത്. അതായത് അതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു കെയറോ സീനിയർ കെയറോ ആയിട്ട് മാർച്ച് 15 ശേഷമാണ് നിങ്ങൾക്ക് വിസ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൂടെ നിർത്താൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുവരാൻ സാധിക്കുകയില്ലെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് മാർച്ച് 15 മുമ്പാണ് നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്,
നിങ്ങൾ ഇപ്പോൾ UK ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൂടെ നിർത്തുന്നതിന് പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിസ നിങ്ങൾ പുതുക്കുമ്പോഴും നിങ്ങൾക്ക് പുതുക്കുന്നതിനും ഈ സെയിം ജോബ് കോഡിലോട്ടാണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൂടെ നിർത്താം. അങ്ങനെയൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ കാണുമ്പോൾ കഴിയുന്നതും അത് ഫോർവേഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാതിരിക്കുക. അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. അതിനകത്ത് എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾക്ക് ഓരോരുത്തർ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ റിപ്ലൈ അയക്കുമ്പോഴത്തേക്ക് അത് NHS മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് റിപ്ലൈ അയക്കുമ്പോൾ പിന്നെയും 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അന്നേരം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, UK ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. അന്നേരം ഇങ്ങനെ ഇപ്പൊ എല്ലാവർക്കും വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു നിയമമാണെങ്കിൽ പിന്നെ അവർക്ക് ആ നിയമം കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ പലപ്പോഴും ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, പലപ്പോഴും നമ്മൾ UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ വിവരങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് അത് വായിച്ചു നോക്കാതെ 2-3 ടൈംസ് വായിച്ചു നോക്കാതെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയില്ല. അത് ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. നമുക്ക് അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടല്ല പല കാര്യങ്ങളും UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അന്നേരം അത് വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ ഈ ഒരു ഫോർവേഡ് മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ട് നിങ്ങളുടെ ഏജന്റ് നിങ്ങൾക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാം, UK കെയർ ഹോമുകളിലേക്ക് ഡിപെൻഡന്റിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. UK ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ടൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 11 തൊട്ട് സീനിയർ കെയറായിട്ടോ അതായത് ഗവൺമെന്റ് ഏജൻസികൾക്കല്ലാതെ പ്രൈവറ്റ് കമ്പനികളിലേക്ക് UK വിസ കിട്ടുന്നവർക്ക് അവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി അതൊരു നിയമം എപ്പോഴാണ് മാറുന്നത് നമുക്കറിയില്ല. നിയമം മാറുകയാണെങ്കിൽ അത് വലിയ ന്യൂസ് ആയിരിക്കും. കാരണം അത് പാർലമെന്റിലൊക്കെ അവതരിപ്പിച്ചായിരിക്കും അത് മാറുന്നത്. ഇങ്ങനെ വെറുതെ അവർ അവരുടെ വെബ് പേജിൽ എഴുതിയിട്ടല്ല അതായിരിക്കും മാറ്റുന്നത്. കാരണം ആ വെബ് പേജിൽ ഞാൻ പറഞ്ഞ ആ ലിസ്റ്റ് ഞാൻ കാണിക്കാം. ആ ലിസ്റ്റിലുള്ള ഏതെങ്കിലും കമ്പനികളിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സീനിയർ കെയറായിട്ട് ജോലി കിട്ടിയാൽ അവർക്ക് നിങ്ങൾക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ UK IT വിസയിലെത്തി ഒരുപാട് പേര് നേരത്തെ ചെയ്യുന്നത് കെയർ വിസയിലോട്ട് മാറിയിട്ട് അവരുടെ ഡിപെൻഡൻസിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇനി തൊട്ട് അവരും കെയർ വിസയിലോട്ട് മാറിയാൽ അവർക്ക് അവരുടെ ഡിപെൻഡൻസിനെ കൂടെ നിർത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ PSW നിൽക്കുന്നവർ കെയർ വിസ സീനിയർ കെയർ വിസ കിട്ടിയാൽ അവർക്കും മാറാൻ സാധിക്കുകയില്ല. പിന്നെ ഇപ്പോൾ NHS ബാൻ 3 വേക്കൻസികളിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മിനിമം സാലറി വേണ്ടത് 23,200 പൗണ്ടാണ്. പക്ഷേ ബാൻ 3യിൽ ഇപ്പോൾ ലണ്ടനിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ലണ്ടന് പുറത്ത് ഇത്രയും സാലറി ഇല്ല. അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ COS ലഭിക്കുന്നില്ല. ഇപ്പോൾ NHS ഈ വർഷത്തെ സാലറി ഇൻക്രിമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഗവൺമെന്റ് സാലറി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് അത് 23,200 പൗണ്ടിന് മുകളിൽ പോകും. അത് കഴിയുമ്പോൾ എല്ലാവർക്കും തന്നെ COS UK നിന്ന് തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. NHSകളിലേക്ക് ധാരാളം വേക്കൻസികളുണ്ട്. അവർ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം ലഭിക്കുന്നതാണ്. UK ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടോ PSW ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അവസരം ഇത് തന്നെയാണ്. NHSൽ ജോലിക്ക് കയറാൻ ശ്രമിക്കുക. പാർട്ട് ടൈം ആയിട്ടെങ്കിലും അവിടെ കയറുക. അവിടെ കയറി എങ്ങനെയെങ്കിലും അവിടുത്തെ ഒരു 6131 ആണ് പുതിയ കോഡ്, അതായത് നഴ്സിംഗ് ഓക്സിലറീസ് എന്ന് പറഞ്ഞു ബാൻ 3യുടെ കോഡ്. അതിൽ കയറി പറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഡിപെൻഡൻസിനെ കൂടെ നിർത്തുന്നതിന് ഒരു പ്രശ്നമില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഡിപെൻഡന്റ് വിസ നിയമങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. സാധാരണ കെയർ ഹോമുകളിലോ ഡൊമിസിലേക്കാണോ നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊട്ട് ഇപ്പോഴാണ് വിസ കിട്ടുന്നതെങ്കിൽ, അതായത് മാർച്ച് 11 ശേഷമാണ് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇന്ന് വരെ അതിനകത്ത് ആ നിയമങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.